ഞാൻ എൻ്റെ പേജിൽ ഈ വീഡിയോ ഇട്ടപ്പോൾ ചില ആൾക്കാർക്ക് ചില ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഇത് റണ്ണിങ് സ്റ്റിച്ച് അല്ലേ, ബാക്ക് സ്റ്റിച്ചിന് ഇങ്ങനെ ഗ്യാപ്സ് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ. ആ ഡൗട്ട്സ് സ്വാഭാവികം, ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനിതൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ എംബ്രോയിഡറി പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ചസ് പഠിക്കുക. ഈ ഫസ്റ്റത്തത് റണ്ണിങ് സ്റ്റിച്ചാണ്. ഈ പേര് പോലെ തന്നെ ഇത് ഫോർവേഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, മുന്നോട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ആൻഡ് സെക്കൻഡ് വണ്ണ് ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ചിൽ ഗ്യാപ്പില്ല കണ്ടോ. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ ബാക്ക് സ്റ്റിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഗ്യാപ്സും ഉണ്ടായിരുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് റണ്ണിങ് സ്റ്റൈൽ ബാക്ക് സ്റ്റിച്ച്. ആക്ച്വലി ഈ ഒരു പേര് ഞാൻ പറയാൻ മിസ്സായതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത് കേട്ടോ. ഇത് എക്സാക്ട്ലി റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെയാണുള്ളത്, പക്ഷേ ബാക്ക് സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിങ് മെത്തഡാണ് ഞാൻ അതിൽ യൂസ് ചെയ്തത്. അത് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് എവറി ടൈം നമ്മൾ മുന്നോട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡ് അത്ര സെക്യൂർഡ് ആവില്ല. ഇതൊരു ലൂസായിട്ടുള്ള സ്റ്റിച്ചാണ്. പക്ഷേ ബാക്ക് സ്റ്റിച്ച് ഭയങ്കര ടൈറ്റ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ആക്ച്വലി എനിക്ക് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ലുക്കും വേണമായിരുന്നു, അറ്റ് ദ സെയിം ടൈം എനിക്ക് ബാക്ക് സ്റ്റിച്ചിൻ്റെ ആ സെക്യൂർഡ് ആയിട്ടുള്ള സ്റ്റിച്ചസ് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റണ്ണിങ് സ്റ്റൈൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ ഈ ഷർട്ടിലും ഡ്രസ്സസിലൊക്കെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ അതൊരു ലോങ് റണ്ണിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടും, വാഷ് ചെയ്യും, അങ്ങനെ ചെയ്യുമ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചിലപ്പോൾ മേ ബി അതൊന്ന് ലൂസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റിച്ച് യൂസ് ചെയ്തത് കേട്ടോ. സോ ഐ ഹോപ്പ് ഡൗട്ടുള്ളവർക്ക് ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു.